6-ാം നൂറ്റാണ്ടിന് ശേഷം ജീവിച്ചിരുന്ന മോർ ഗ്രിഗോറിയോസ് ബാവായ്ക്കുണ്ടായ സ്വർഗ-നരക ദർശനങ്ങളുടെ 2ാം ഭാഗങ്ങൾ തുടർന്ന് കേൾക്കാം. അപ്പോൾ ഞാൻ മാലാഖയോട്, എല്ലാവരുടെയും മരണം ഒരുപോലെയോ അല്ലയോ എന്ന് അറിയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ മാലാഖ ഉത്തരമായിട്ട് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ഗ്രിഗോറിയോസേ, മരണം പാപിക്കും നീതിമാനും വ്യസനകരമായിട്ടുള്ളതാകുന്നു. എങ്കിലും നീതിമാൻ അവന്റെ നൽപ്രവൃത്തികൾ നിമിത്തം മരണദുഃഖം അറിയാതെ പോകുന്നു. എന്തെന്നാൽ അവന്റെ ചുറ്റും കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ളവരും പ്രകാശത്തിൽ കിരീടം വഹിച്ചവരുമായ മാലാഖമാരുടെ നിരകളെ അവൻ കാണുന്നു. അവർ ആശ്വാസത്തോടെ അവന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും എടുക്കുന്നു. അപ്പോൾ അവർ കാദീശ് കാദീശ് എന്നും ഹാലേലുയ്യ എന്നുമുള്ള സ്തുതിപ്പ് പാടുന്നു. എല്ലാ മാലാഖമാരും ആ ആത്മാവിന് ഭാഗ്യം നൽകുന്നു. എന്നാൽ പാപിയുടെ മരണം കഠിനവും സങ്കടവും പ്രയാസവും ഉള്ളതാകുന്നു. എന്തെന്നാൽ കാഴ്ചയ്ക്ക് ക്രൂരന്മാരും ഭയങ്കര മുഖമുള്ളവരും മനുഷ്യരോട് കരുണയില്ലാത്തവരുമായ കോപത്തിന്റെ ദൂതന്മാർ പാപിയെ വേദനപ്പെടുത്തുന്നതായി കൽപ്പിച്ചയക്കപ്പെടുന്നു. അവരോടുകൂടെ ആ ആത്മാവിനെ തെറ്റിച്ച പിശാചുക്കളും വരുന്നു. പാപിയുടെ ആത്മാവ് അവരെ കാണുമ്പോൾ ഭയപ്പെട്ട് വിറയ്ക്കുന്നു. അതിന്റെ നാവ് ബന്ധിക്കപ്പെടുകയും കാഴ്ച കലങ്ങുകയും ചെയ്യുന്നു. ആ സമയത്ത് ദൈവമേ, കരുണ ചെയ്യണമേ എന്ന് യാചിപ്പാൻ അതിന് കഴിയാതെയായി തീരുകയും ചെയ്യുന്നു. കോപത്തിന്റെ ദൂതന്മാർ പലവിധ ദണ്ഡനങ്ങൾ നൽകി അതിനെ എടുത്തുകൊണ്ടുപോകുന്നു. അപ്പോൾ ആത്മാവ് സൽപ്രവൃത്തികളിൽ നിന്നും പിന്മാറിയതിനെക്കുറിച്ച് വ്യസനിക്കുകയും അതിവേദനകളിൽ സങ്കടപ്പെടുകയും ചെയ്യും. വീണ്ടും ആ മാലാഖ എന്നോട്, ദൈവത്തിന്റെ പരിശുദ്ധ മനുഷ്യ, സ്വർഗത്തിലും നരകത്തിലും ഉള്ളതെല്ലാം കാണുവാൻ നിനക്ക് കൽപ്പനയുണ്ട്. നീ ഭൂമിയിലേക്ക് സൂക്ഷിച്ചു നോക്കുക, അത്ഭുതം കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഭൂമിയിൽ നോക്കിയപ്പോൾ ആകാശം മുതൽ ഭൂമി വരെ മാലാഖമാരുടെ ആയിരങ്ങളെ കണ്ടു. അവരുടെ കൈകളിൽ പൊൻതൂവക്കുറ്റികളുണ്ട്. അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തുതിയും ബഹുമാനവും യോഗ്യവും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്തുതിച്ചു പുകഴ്ത്തുന്നു. അവരുടെ ഇടയിൽ ഒരു വൃദ്ധനെ കണ്ടു. ആ വൃദ്ധൻ മലയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന താമസിയായിരുന്നു. അവൻ മരിച്ചപ്പോൾ മാലാഖമാർ അവന്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. ആ ആത്മാവ് സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. കരുണയുടെ മാലാഖമാർ അണിയണിയായി നിന്ന് ബഹുമാനത്തോടുകൂടി ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് അവനെ അനുയാത്ര ചെയ്യുന്നു. ആ ആത്മാവിനോട്, അനുഗ്രഹിക്കപ്പെട്ട ആത്മാവെ, സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഭാഗ്യം നൽകുന്നു. ആ ആത്മാവ് ആകാശത്തേക്ക് കരയേറിയപ്പോൾ മാലാഖമാരെല്ലാവരും ഒരുമിച്ച്, ദൈവമേ, നിനക്ക് സ്തുതിയെന്നും വെടിപ്പുള്ള ആത്മാവെ, നിനക്ക് ഭാഗ്യമെന്നും നീ നിത്യസന്തോഷത്തിലേക്ക് പോവുക എന്നും പറഞ്ഞു. ആ മാലാഖമാരുടെ മുഖങ്ങൾ സന്തോഷം നിറഞ്ഞവയും സൂര്യനെ പോലെ പ്രകാശിക്കുന്നവയുമായിരുന്നു. പിന്നീട് ആ വെടിപ്പുള്ള ആത്മാവിനെ കൊണ്ടുവരുവീൻ, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവൻ കാണട്ടെ എന്ന് മേലിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ആ ആത്മാവ് കർത്താവിനെ വന്ദിക്കുകയും മാലാഖമാർ അവനെ ആനന്ദ സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ മാലാഖ എന്നോട്, സൂക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് സഹിക്കാൻ പാടില്ലാത്ത ദുർഗന്ധത്തോടു കൂടിയ പുക കരകയറുന്നത് കണ്ടു. അതിൽ പിശാചുക്കളുടെ ആയിരങ്ങളുണ്ട്. അവർ കറുത്ത ദൂതന്മാരും അവരുടെ മുഖം ഏറ്റവും വിരൂപമായിരിക്കുന്നവരും ആകുന്നു. അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നു. അവരുടെ കൈകളിൽ അഗ്നിക്കോടാലികളുണ്ട്. അവരുടെ നിമിത്തം ഞാൻ വളരെ ഭയപ്പെട്ടു. അപ്പോൾ മാലാഖ എന്നോട്, ഇവരുടെ നിമിത്തം നീ ഭയപ്പെടേണ്ട, നീ ഈ കാഴ്ചകൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ മാലാഖയോട്, ഇതെന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ മാലാഖ എന്നോട്, ഇത് രാജാക്കന്മാരിൽ ഒരുവനാകുന്നു. അവൻ തന്റെ രാജ്യത്തോടും ജനങ്ങളോടും ദയവില്ലാത്ത അക്രമിയും ദുഷ്ടനുമായിരുന്നു. ഇപ്പോൾ ദൈവം അവന്റെ ആത്മാവിനെ എടുക്കാൻ തിരുമനസ്സായി. അവർ അവന്റെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട ക്രോധത്തിന്റെയും വേദനയുടെയും ദൂതന്മാരാകുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ അശുദ്ധ ആത്മാവ് അവരുടെ അഗ്നിക്കോടാലികളുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ആ അശുദ്ധാത്മാവ് എന്നോട്, കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് നിലവിളിക്കുന്നു. അത് നിലവിളിക്കും തോറും മേലിൽ നിന്നും അതിൻ്റെ മേൽ തീക്കട്ടകൾ വീഴുന്നു. പിന്നീട് സമുദ്രത്തിന്റെ ഓളങ്ങളെ പോലെ അഗ്നിയുടെ ഓളങ്ങൾ അതിന്മേലുണ്ടായി ഭൂമിയിലേക്ക് തിരികെ താഴ്ത്തി കൊണ്ടുപോയി. പിശാചുക്കൾ പിന്നെയും അതിനെ മേൽപോട്ട് കരയേറ്റി. ആകാശത്തിലെത്തിയപ്പോൾ അവിടെയുള്ള മാലാഖമാർ,
ഈ ദുഷ്ടാത്മാവ് ദൈവത്തെ വെറുത്ത് പിശാചുക്കളോട് ചേർന്നതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദുഷ്ടാത്മാവിനെ കൊണ്ടുവരുവീൻ എന്ന് ലോകത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവും ഏറ്റു പറയട്ടെ എന്ന് പറയുന്നതായ ഒരു ഭയങ്കര ശബ്ദമുണ്ടായി. ആ ദുഷ്ടാത്മാവ് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രാജാക്കന്മാർക്ക് ചേർച്ചയില്ലാത്ത പലതും പ്രവർത്തിച്ചു പോയി. ഈ ന്യായസ്ഥലത്ത് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭോഷത്വം നിറഞ്ഞ ആത്മാവേ, നിനക്ക് കഷ്ടം. ദീർഘദർശിമാരുടെയും ഏവൻഗേലിയോന്റെയും കൽപ്പനകളെ നീ കേട്ടിട്ടില്ലയോ എന്നൊരു ശബ്ദവും ഉണ്ടായി. ആ ദുഷ്ടാത്മാവ്, ദൈവമേ, നിന്റെ മേൽ തന്നെ എൻ്റെ ശരണം എന്ന് പറഞ്ഞു. വീണ്ടും ശബ്ദമുണ്ടായി. ആ ആത്മാവിനോട്, നീ അവിടെ കരുണ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ നിനക്ക് കരുണ ലഭിക്കുമായിരുന്നു. നീ വിധിച്ചതുപോലെ വിധിക്കപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെയും ശബ്ദമുണ്ടായി. ആ ആത്മാവിനെ ദുഷ്ടരാജാക്കന്മാരുടെ കൂടെ ബന്ധിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ മാലാഹമാർ, നീതിമാനും കാരുണ്യവാനുമായ ദൈവമേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അട്ടഹസിച്ചു പറഞ്ഞു. അനന്തരം മാലാഹ എന്നോട്, നീതിമാന്റെയും പാപിയുടെയും മരണത്തെ നീ കണ്ടുവല്ലോ. ഇനി പരിശുദ്ധ കന്യകാമർത്തമറിയം മാതാവിന്റെ സ്ഥലം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈക്ക് പിടിച്ച് ഏകദേശം ഭൂലോകത്തോളം വിസ്താരമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ മാലാഹയോട് ഇതെന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ഇത് ആദം അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട പർദീസ ആകുന്നു. ഇത് കാലങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. അതിന്റെ വിസ്താരം സങ്കല്പിക്കപ്പെടാവുന്നതും അളക്കപ്പെടാവുന്നതുമല്ല. ഇതിന്റെ പണികൾ വിലയേറിയതും പല നിറത്തിലുള്ള കണ്ണുകളെ അഞ്ചിപ്പിക്കുന്ന പ്രകാശമുള്ള രത്നങ്ങൾ കൊണ്ടാകുന്നു. ഇതിന്റെ ശോഭയും മിന്നലുകളും ആരെയും വിസ്മയിപ്പിക്കുന്നതക്കതാകുന്നു. ഇതിൽ ആറുകളുണ്ട്. ഇവിടുത്തെ ആറുകളിലെ രത്നങ്ങൾ വളരെ വിശിഷ്ടങ്ങളാകുന്നു. ഇവിടെ ചെറിയതും വലിയതുമായ ഉറവുകളുണ്ട്. ഇവിടെ വൃക്ഷങ്ങളും പലതരം കായ്കനികളും പുഷ്പങ്ങളും ഉണ്ട്. വൃക്ഷങ്ങൾക്കിടയിൽ കൂടി വരുന്ന കാറ്റ് മരിച്ചവരെ കൂടെ ഉയർപ്പിക്കത്തക്കവണ്ണം അത്ര വിശിഷ്ടമാകുന്നു. അതിനോട് സാദൃശ്യപ്പെടുത്താൻ മറ്റൊന്നില്ല. ആ സ്ഥലത്ത് സൂര്യന്റെ ചൂടും ഉപദ്രവവുമില്ല. പ്രകാശം സൂര്യനേക്കാൾ 1000 മടങ്ങ് അധികമാകുന്നു. ഇവിടെ രാത്രിയും അന്ധകാരവും ഇല്ല. ഇപ്പോഴും ഒരേ സ്ഥിതി പ്രകാശത്തോടെ ഇരിക്കുന്നു. നമ്മുടെ പിതാവായ ആദമും ഹൗവയും കൽപ്പന ലംഘിക്കയാൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ സ്ഥലം കണ്ടപ്പോൾ ഞാൻ എത്രമാത്രം വിസ്മയിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. ഏദൻ തോട്ടത്തെ പറ്റിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ 3-ാമത്തെ ഭാഗത്തിൽ തുടർന്ന് വീണ്ടും കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.